നമസ്തേ. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് അനശ്വരമായിട്ടുള്ള ധർമ്മം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അനശ്വരതയാൽ നിശ്ചയിക്കപ്പെടുന്നതായിട്ടുള്ള ധർമ്മം എന്നുള്ളതാണ്. അതിന് ആദിയും അന്ത്യവും ഇല്ല എന്നുള്ളതാണ്. അത് ശാശ്വതമായിട്ടുള്ള ധർമ്മമാണ്. കാരണം അത് ക്രിയേറ്ററിൽ നിന്നുള്ളതായിട്ടുള്ള ധർമ്മമാണ്. സനാതന ധർമ്മം സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ്. കാരണം അതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മതഗ്രന്ഥമോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മതസ്ഥാപകനെയോ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പ്രധാനമായിട്ടും നമ്മൾ സെമിറ്റിക് റിലീജിയൻസ് അല്ലെങ്കിൽ എബ്രഹാമിക് റിലീജിയൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ മതത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥാപകനുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള നിയമ സംഹിതയുണ്ട്. നമ്മൾ മതങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതിനു മുൻപ് എന്തായിരുന്നു ഉള്ളത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഭാരതത്തിൽ അനേകം സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിൽ മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് നമുക്ക് നമ്മുടെ ഭാരതത്തിൽ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ലൈക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ പോലെ വേദങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അതുപോലെ തന്നെ ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, സന്ദേശങ്ങളിലൂടെയും കാര്യത്തിലൂടെയും കഥകളിലൂടെയും ഒക്കെ പ്രാചീന ഭാരതത്തിൽ പ്രാചീന കാലത്തെ ഋഷിവര്യന്മാർ നമുക്കൊരുപാട് അറിവുകൾ തന്നിട്ടുണ്ടായിരുന്നു, ജ്ഞാനം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആയിരക്കണക്കിന് പ്രാചീന കാലത്തെ ഋഷിവര്യന്മാരുടെയും അതുപോലെ തന്നെ ഒരുപാട് ലിഖിതങ്ങൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സിൽ നിന്നുമൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള മാറ്റിയെടുത്തതായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് സനാതന ധർമ്മം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്തിനെങ്കിലും പുകഴ്ത്തി സംസാരിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഇറ്റ് ഈസ് എക്സാക്ട്ലി, എന്താണ് യഥാർത്ഥത്തിൽ ഈ സനാതന ധർമ്മം എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഇന്ന് സൊസൈറ്റിയിൽ കാണുവാനായിട്ടിടയായി. ഇത്രയും മനോഹരമായിട്ടുള്ള അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഹിത എടുത്തു നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനെ ഒരു വർഗീയപരമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള സംഗതിയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആര്യന്മാർ ഹിന്ദുക്കുഷ് മലനിരകളിലേക്ക് വരുന്ന സമയത്ത് ഫ്രം മിഡിൽ ഈസ്റ്റ് എന്ന് കരുതപ്പെടുന്നു. എവിടെ നിന്നാണെങ്കിലും എങ്ങോട്ടാണ് വന്നതെങ്കിലും അവരുടെ കയ്യിൽ വേദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു. വേദങ്ങളൊക്കെ രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത് 5000 വർഷത്തിനും അപ്പുറത്തേക്കാണ്. ഏറ്റവും കുറഞ്ഞതാണ് ഈ 5000 വർഷം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് പല രീതിയിലുള്ള സംസ്കാരങ്ങളാണ്. നമുക്ക് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംസ്കാരങ്ങൾ രൂപപ്പെട്ട സമയത്ത് നമ്മുടെ ഋഷിവര്യന്മാരും തത്വചിന്തകന്മാരും ഇവിടെ മഹാഗ്രന്ഥങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തിയ സമയത്തൊക്കെ ലോകത്തിന്റെ ഇന്ന് ഹൈലി ഡെവലപ്ഡ് ആയിരുന്ന പല ഭാഗങ്ങളും ഒരു ബാർബേറിയൻ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാടോടികളായിട്ടും വേട്ടക്കാരായിട്ടും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. പക്ഷെ നമ്മളിവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ്. നമുക്ക് ഉന്നതമായിട്ടുള്ള ദൈവിക ചിന്തകൾ ഉണ്ടായിരുന്നു, ഉന്നതമായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, അഹിംസയുടെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പരബ്രഹ്മത്തിൽ ലയിക്കുന്നതായിട്ടുള്ള സകല ചരാചരങ്ങളും ഈക്വലായിട്ട്, ഈവൻ മനുഷ്യന്മാർ മാത്രമല്ല പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ഈക്വലായിട്ട് കാണാൻ മാത്രം വളർച്ചയുണ്ടായതായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഹൈലി അഡ്വാൻസ്ഡ് എന്നുള്ളതാണ്. കാരണം പ്രാകൃതമായിട്ട് നടന്ന കാലത്തിൽ നിന്ന് മനുഷ്യൻ എപ്പോഴാണോ അക്രമം നിർത്തിക്കൊണ്ട് അഹിംസയിലേക്ക് അല്ലെങ്കിൽ സമത്വത്തിലേക്ക് വരുന്നത്, അതാണ് യഥാർത്ഥത്തിലുള്ള അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സംസ്കാരങ്ങൾ സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് മതങ്ങൾ വരുന്നത്. സംസ്കാരങ്ങൾക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗോത്രങ്ങളും സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെയൊക്കെ വീണ്ടും ഒരു ആവശ്യകത വരികയാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള, ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവശ്യമായിട്ട് വരികയാണ്. ഡൂസ് ആൻഡ് ഡോൺസ് ആവശ്യമായിട്ട് വരികയാണ്. രാജാവിനോ അല്ലെങ്കിൽ ജ്ഞാനികൾക്കോ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്ന സമയത്ത് പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ അവതരിക്കുകയാണ്. അവരിലൂടെയാണ് പല മതങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. പിന്നീട് മതങ്ങളുടെ ഒരു കാലമാണ് നമുക്ക് ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആളുകളെല്ലാം ഏതെങ്കിലും രീതിയിലുള്ള മതങ്ങളിലേക്കൊക്കെ വിശ്വസിക്കുന്നതായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പിന്നീട് സയന്റിഫിക് എറ വരുന്ന സമയത്ത് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുകയാണ്. മതങ്ങളിലുള്ള ലോജിക്കൽ ലൂപ്പ് ഹോൾസ്, അതിലുള്ള പിറ്റ്ഫാൾസിനെയൊക്കെ എടുത്തു കാണിക്കുകയും അതിന്റെ ഇല്ലോജിക്കലായിട്ടുള്ള അവസ്ഥകളെ ലോജിക്ക് കൊണ്ട് തകർക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയി.
ആളുകൾ കൂടുതൽ മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ മതത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു ധർമ്മശാസ്ത്രം അന്വേഷിക്കുന്ന സമയത്ത് ഒരു പ്യുവറായിട്ടുള്ള നവയുഗത്തിന്റെ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഡൈവേഴ്സിറ്റിയുടെ നാടായിട്ടുള്ള ഭാരതം എത്തിച്ചേരുകയാണ്. ഒരു കാലത്ത് മതങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ മതങ്ങളുടെ ഒരു അസ്തമയത്തിന്റെ സമയമായിരിക്കുന്നു. അതിനു മുന്നേ ഉള്ള ആളിക്കത്തലുകൾ മാത്രമാണ് നമുക്കിപ്പം മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹിംസയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മതം അവസാനിച്ചു കഴിഞ്ഞാൽ ഹൂ ഓർ വാട്ട് വിൽ കൺട്രോൾ മാനവരാശി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹ്യൂമാനിറ്റിയെ ആര് നിയന്ത്രിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ തന്നെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ എറയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയുടെ ആദ്യ അംശങ്ങളാണ് നമ്മൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും ഒരു മതം മറ്റൊരു വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് വേറൊരുത്തന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി അവനിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സമയത്താണ് പ്രശ്നം എന്ന് പറയുന്നത്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദകോലാഹലങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന സമയത്തും ഒരുപാട് ഉച്ചഭാഷണികളിൽ കൂടെയുള്ള ശബ്ദങ്ങളും മറ്റു രീതിയിലുള്ള ശബ്ദ മലിനീകരണങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷന് യോജിച്ചതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മതം എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിലായിരിക്കുന്നതിൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഈ ഗ്രന്ഥത്തിൽ കലർപ്പുകൾ കലർന്നിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരുപോലെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മതഗ്രന്ഥത്തിൽ മാറ്റം വരുത്തുന്ന ആളുകളുടെ ജീവന്റെ വൃക്ഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ശിക്ഷകളും ഭീഷണികളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മതം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുവൻ അപരനെ ചൂഷണം ചെയ്യാനായിട്ടും പാടില്ല അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ടും പാടില്ല എന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സനാതന ധർമ്മത്തിലെ അഹിംസ എന്ന് പറയുന്ന സങ്കല്പം ഇതിനെ കൃത്യമായിട്ട് ഊട്ടി ഉറപ്പിക്കുകയാണ്. പ്രധാനമായിട്ടും ധർമ്മം എന്ന് പറയുന്ന സമയത്ത് അവനവന്റെ കർമ്മത്തിലൂടെ സേവനം ചെയ്യുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇന്ന രീതിയിലുള്ള മനുഷ്യന്മാർ ഇന്ന കർമ്മമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ആരൊക്കെയോ ഇതിനെ വളച്ചൊടിച്ചു കൊണ്ടുവന്നിട്ടാണ് ചാതുർവർണ്ണത്തിന്റെയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ജാതി വ്യവസ്ഥയുടെയും ഒക്കെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലേക്ക് തിരികെ കയറ്റുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആരംഭ ദശകങ്ങളിൽ തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം. ഞാനിവിടെ പറയുന്നത് എല്ലാ മതഗ്രന്ഥങ്ങളിലും കലർപ്പുകൾ വന്നിട്ടുണ്ട്. ആ സമയത്തെ ഭരണാധികാരികൾ, അത് രചിച്ച ആളുകൾ, അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ചില സമയത്ത് ഇപ്പോൾ നമ്മൾ അവരുടെ താല്പര്യങ്ങളെന്നോ സ്വാർത്ഥ താല്പര്യങ്ങളെന്നോ പെർസീവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആ കാലഘട്ടത്തിന്റെ അത്യാവശ്യം അല്ലെങ്കിൽ അനിവാര്യത, ആവശ്യകതയായിരിക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ വിശാലമായിട്ടുള്ള തുറന്ന മനസ്സോടുകൂടി ഫ്ലെക്സിബിലിറ്റിയോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിരാകരിച്ച് ഇതിൽ അറിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നുള്ളത്. അത് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മതങ്ങൾ എൻ്റെ അടുത്തേക്ക് പഠിപ്പിക്കാനും ദയവേത് വരരുത്. എൻ്റെ വാട്സപ്പിലുള്ള അത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ ആളുകൾ ഡെയിലി അയച്ചു തന്നുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എല്ലാം അറിഞ്ഞു എന്നല്ല പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ മതഗ്രന്ഥങ്ങളിൽ കൂടെയും ഒരു സ്വതന്ത്ര മനസ്ഥിതിയോടുകൂടി ഞാൻ നിരൂപിച്ചിട്ടുണ്ട്, കടന്നുപോയിട്ടുണ്ട്. എൻ്റെ ചുറ്റിനുമുള്ള ഒരുപാട് ഗുരുസ്ഥാനത്തുള്ള വ്യക്തികൾ അതിനെന്നെ സഹായിച്ചിട്ടുമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ മതഗ്രന്ഥങ്ങൾ സമ്മാനിച്ചു കൊണ്ടുപോലും എന്നെ സഹായിച്ചിട്ടുണ്ട്, സഹായിക്കുന്നുമുണ്ട്. സോ ഭാരതീയ സംസ്കാരം രൂപപ്പെടുത്തിയത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു മതമോ ഒരു മതസ്ഥാപകനോ അല്ല. ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു വരുന്ന ഏതു തരത്തിലുള്ള ചിന്താധാരകളും ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ പ്രസ്ഥാനങ്ങളുടെയോ മതത്തിന്റെയോ സ്വത്തല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത് മതത്തിൽപ്പെട്ട ഭാരതീയനും ഈ പ്രത്യയശാസ്ത്രങ്ങൾ, ഈ തത്വശാസ്ത്രങ്ങൾ അയാളുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പല സെമിറ്റിക് റിലീജിയൻസും നിങ്ങൾക്കുള്ളത് കൊടുക്കുക എന്ന് പറയുന്നു. കൊടുക്കുന്നത് നല്ലതാണ്, ദാനം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ എല്ലാം തങ്ങൾക്ക് കിട്ടാനായിട്ട്, മതനേതാക്കന്മാർക്ക് കിട്ടാനായിട്ട് കൊടുക്കൂ എന്ന് പറയുന്ന സമയത്താണ് പ്രശ്നം. അപ്പൊ സാധാരണക്കാരനോട് കൊടുക്കൂ എന്ന് പറയുന്ന ആ ചിന്തയിൽ നിന്ന് മാറി സനാതന ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കർമ്മം ചെയ്യൂ,
നിങ്ങളുടെ കർമ്മത്തിനെ എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും? എന്റെ ജാതിയാണോ എന്റെ കർമ്മം നിശ്ചയിക്കുന്നത്? എന്റെ മതമാണോ എന്റെ കർമ്മം നിശ്ചയിക്കുന്നത്? തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്റെ കർമ്മത്തിനെ നിശ്ചയിക്കുന്നത് എന്റെ ആത്മാവിന്റെ ഹിതമാണ് എന്നുള്ളതാണ്. എൻ്റെ ആത്മാവിന്റെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഇൻറ്റ്യൂഷൻ എന്നുള്ളതാണ്. എൻ്റെ ആത്മാവിന്റെ സ്വരമാണ് അതെനിക്ക് പറഞ്ഞു തരുന്നത്. ഒരു ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എൻ്റെ താല്പര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നതായിട്ടുള്ള, എനിക്ക് പാഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതായിട്ടുള്ള മേഖല ആയിരിക്കണമെന്നില്ല എൻ്റെ കർമ്മ മേഖല എന്ന് പറയുന്നത്. അത് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഓൺലി തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇന്നതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുക എന്നൊക്കെ ഉള്ളതാണ് ആ കർമ്മത്തെ കൃത്യമായിട്ട് ചെയ്യാനായിട്ടും. ഇതെന്റെ ആത്മാവിന്റെ കർമ്മമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. സനാതന ധർമ്മത്തിന്, ശാശ്വതമായിട്ടുള്ള ധർമ്മത്തിന് ആദിയും അന്തവും ഇല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് ലൈഫ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിലുള്ള വ്യക്തികൾ ഭാരതീയ സംസ്കാരങ്ങളെക്കുറിച്ച് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് അത് പഠിക്കാൻ വരുന്നത്. പല ആളുകൾ ഹിന്ദുയിസത്തിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഹിന്ദുയിസം എന്ന് പറയുന്നത് പിന്നീട് രൂപപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഒരു മതമായിട്ട് പറയുന്നതിനൊക്കെ ചിലർ എതിർക്കുന്ന കാണുകയാണ്. അത് മതമായിക്കോട്ടെ, മതമല്ലാതിരുന്നോട്ടെ, എന്തു തന്നെയാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും ഞാൻ പറയുകയാണ്, അവനൊരു ഭാരതീയനാണ്. ഭാരതീയ സംസ്കാരത്തിനെ ഇംബ്രൈസ് ചെയ്തതായിട്ടുള്ള ഒരു തലമുറ മുൻ തലമുറകളിൽ അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മുടെ റൂട്ട്സ് ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഭാരതീയ സംസ്കാരം ലോകത്തിന്റെ മുഴുവൻ ഒരു മാതൃകയായിട്ട് മാറുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. യോഗയും ധ്യാനവും പോലുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യം ഇന്ന് ആഗോള നിലയിൽ തന്നെ വ്യക്തികൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ട് ഇതിന്റെയൊക്കെ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള അവസ്ഥകളിൽ നിന്നപ്പുറത്തേക്ക് സനാതന ധർമ്മത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പൊളിറ്റിക്കൽ, റിലീജിയസ് ഓർ ജോഗ്രഫിക് ബൗണ്ടറീസ് ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയിൽ ഒരു സ്വർഗം പണിയണം എന്ന് പല സെമിറ്റിക് റിലീജിയൻസും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ പണിയണം എന്നുള്ളത് നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിലുള്ളവർ തന്നെയാണ്, നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാരെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു ബിലീഫ് സിസ്റ്റം അല്ല. ഇറ്റ് ഇംബ്രേസ് ഡൈവേഴ്സിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല വഴികളിൽ കൂടെ ആത്മീയതയെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള ആ ഒരു സത്യത്തിനെ സനാതന ധർമ്മം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു പല മതങ്ങളും ഒരു ബിലീഫ് സിസ്റ്റം മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്ന സമയത്ത് സനാതന ധർമ്മം എന്ന് പറയുന്നത് എല്ലാത്തിലേക്കും തുറന്നിട്ടതായിട്ടുള്ള ഒരു വാതിലായിട്ട് മാറുകയാണ്. സത്യം, അഹിംസ, തപസ്, ജ്ഞാനം, സേവ, ഇതിലെവിടെയാണ് നമുക്ക് തെറ്റായിട്ടുള്ള അവസ്ഥകൾ കാണാനായിട്ട് സാധിക്കുന്നത്? ഈ കാര്യങ്ങൾ തന്നെയാണ് സനാതന ധർമ്മം പ്രൊമോട്ട് ചെയ്യുന്നത്. ചില ആളുകൾ ഇത് ജാതി വ്യവസ്ഥയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ജാതി എന്നതുകൊണ്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനിവേശിതമാണ്, അല്ലെങ്കിൽ ആദ്യകാലഘട്ടത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടയിൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ലത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നീചപ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ തരംതിരിക്കപ്പെടുന്നുണ്ട്. തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, പശ്ചാത്തപിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. ഇവരെല്ലാവരും ഒന്നല്ല. കർമ്മമാണ് നമ്മുടെ ജാതിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുവന്റെ പ്രവർത്തികൾ തന്നെയാണ് അവൻ നീചനാണോ അല്ലെങ്കിൽ ശ്രേഷ്ഠനാണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ കൂടുതൽ നല്ലതാക്കി കൊണ്ടുവരുന്ന സമയത്ത്, നമ്മുടെ സോൾ പർപ്പസ് തിരിച്ചറിയുന്ന സമയത്ത് അതിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡേ ബൈ ഡേ ഇവോൾവ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അത്തരത്തിലാണ് നമ്മൾ നമ്മുടെ മോക്ഷത്തിലേക്ക് എത്തുന്നത്, നമ്മുടെ കർമ്മ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനശ്വരമായിട്ടുള്ള, സത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, കളക്റ്റീവായിട്ടുള്ള ഡ്യൂട്ടി തന്നെയാണ്. ഇറ്റ്സ് യുവർ കർമ്മ എന്നുള്ളതാണ്. ഇവിടെ മതം, ജാതി എന്നുള്ള സംഗതികൾക്കൊന്നും പ്രത്യേകിച്ച് വാലിഡിറ്റി ഇല്ല. അതിനപ്പുറത്തേക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, മാനവസേവ, മാധവസേവ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കർമ്മം നിങ്ങളെ രക്ഷിക്കട്ടെ, നിങ്ങളുടെ ധർമ്മം നിങ്ങളെ രക്ഷിക്കട്ടെ. നിങ്ങൾ ധർമ്മത്തിനെ രക്ഷിക്കുമ്പോൾ ധർമ്മം നിങ്ങളെയും രക്ഷിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.